ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി മുതൽ യൂട്യൂബിൽ ആര് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലും അവരിടുന്ന ഫസ്റ്റ് വീഡിയോ മുതൽ അവരുടെ വീഡിയോസിൽ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു തുടങ്ങും. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറയുന്ന സമയത്ത് പല ആൾക്കാർക്കുമുള്ള ഡൗട്ടാണ്, നമ്മൾക്ക് ആ ഒരു പരസ്യത്തിൻ്റെ വരുമാനം കിട്ടുമെന്നുള്ളത്. വരുമാനം കിട്ടില്ല. കാരണം അതിൻ്റെ വരുമാനം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് യൂട്യൂബിനാണ്. യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൽ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് വരുമാനം കിട്ടുന്നത്. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതായത് 4000 മണിക്കൂർ വാച്ച് ടൈം എന്നുള്ള ക്രൈറ്റീരിയ ഇപ്പോഴുമുണ്ട്. അത് പാസ്സായാൽ മാത്രമാണ് നമുക്ക് YPPയിൽ അംഗമാകുകയും അതിനുശേഷം മാത്രമേ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുകയുള്ളൂ. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ 55% നമ്മൾക്കും 45% യൂട്യൂബിനുമാണ് പോയിരുന്നത്. അപ്പോൾ പുതിയൊരു ഈ ഒരു ഫീച്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ YPPയിൽ അംഗമല്ലാത്ത യൂട്യൂബ് ചാനൽസിനും പരസ്യം വരും. ആ ഒരു പരസ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 100% യൂട്യൂബാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഫീച്ചർ വരുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു തോട്ട് ഞാൻ പറയാം. നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, ഇന്ത്യയിലാണ് കമ്പയർഡ് ടു ഓൾ അതർ കൺട്രീസ് യൂട്യൂബിൻ്റെ വരുമാനം കുറവായിട്ടുള്ളത്. റീജിയണൽ ലാംഗ്വേജിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അതിലും കുറവാണ് വരുമാനം. ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 3000 വ്യൂസിന് $1 വെച്ച് കിട്ടുന്നുണ്ട്. അതായത് എൻ്റെ കണ്ടൻറ്റിൻ്റെയും അതേപോലെ എൻ്റെ കാറ്റഗറിയുടെയൊക്കെയാണ്. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, 5000 വ്യൂസിന് $1 കിട്ടുന്ന ആൾക്കാരുണ്ട്, 7000 വ്യൂസിന് $1 കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇനി മറ്റ് ഈ ഒരു ഞാൻ പറഞ്ഞൊരു ഫീച്ചർ ഇപ്പം കറൻ്റ്ലി അമേരിക്കൻ യൂട്യൂബേഴ്സിനാണ് ഉള്ളത്. അത് 2021 പകുതിയോടെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചർ ഇന്ത്യയിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലുള്ള യൂട്യൂബേഴ്സിന് കിട്ടേണ്ട പരസ്യം കൂടി ഈ YPPയിൽ ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന വരുമാനം, അഡ്വർടൈസ്മെൻറ്റിന് കിട്ടുന്ന വരുമാനം കുറയും. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനമായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ നെഗറ്റീവായിട്ട് ഇത് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഇന്ത്യയിൽ പരസ്യങ്ങൾ വളരെ കുറവാണ്, അതുപോലെ തന്നെ പരസ്യ വരുമാനവും വളരെ കുറവാണ്. അപ്പം എല്ലാവർക്കും കൂടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിന് ബെനിഫിറ്റാണ്, പക്ഷേ ക്രിയേറ്റേഴ്സിന് അത് ബെനിഫിറ്റ് അല്ല. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള തോട്ട്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.